മുളക് പൊടിയും തേങ്ങയും വാളംപുളിയും കുടംപുളിയും ഒന്നുമില്ലാതെ നമുക്ക് ഇന്ന് വെറൈറ്റിയും വളരെ ടേസ്റ്റിയുമായ ഒരു മത്തിക്കറി തയ്യാറാക്കാം. നിങ്ങൾ ഓർക്കും ഇവയൊന്നും ഇല്ലാതെ മത്തിക്കറി എന്തിനു കൊള്ളാമെന്ന്. അങ്ങനെയല്ല, ഇവയേക്കാൾ ഡബിൾ ടേസ്റ്റ് നൽകുന്ന ഒരു ചേരുവയാണ് നമ്മളിന്ന് ചേർക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഈ മത്തിക്കറിക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മത്തിയുണ്ട്, പിന്നെ ഒരു 15 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 2 കുടം വെളുത്തുള്ളി, പിന്നെ മത്തി കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പോലെ വരയിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 25 നെല്ലിക്ക കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ നെല്ലിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കുക. ഇവ ചേർത്ത് നല്ലതാക്കി ഈ ചേരുവ മിക്സ് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മത്തിക്കറി വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ നെല്ലിക്കായും മത്തിയും വാങ്ങി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് ആദ്യം ഈ ചേരുവ ചേർത്ത് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഈ ചേരുവ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഈ ചേരുവ ഇട്ടപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നെല്ലിക്കായുടെയും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു നല്ല സ്മെല്ലാണ് നമുക്ക് വരുന്നത്. കുട്ടികൾക്ക് അധികം എരിവ് ഇല്ലാത്ത ഈ മത്തിക്കറി ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഈ ചേരുവയുടെ മുകളിലേക്ക് നമുക്ക് മത്തി അടുക്കി കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കല്ല്. അന്നേരം പിന്നെ നമ്മളിത് ഈ കറി വെന്ത് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ആദ്യം തന്നെ ഈ ചേരുവ സ്പ്രെഡ് ചെയ്തത്. മത്തി ഇതുപോലെ നമ്മൾ നന്നായിട്ട് അടുക്കി ഈ ചേരുവയുടെ മുകളിൽ വെക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം ഈ അരച്ചെടുത്ത ഈ ചേരുവയുടെ പകുതിയെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം സ്പ്രെഡ് ചെയ്തെന്നുള്ളൂ. അതിൻ്റെ ബാക്കി പകുതി ചേരുവ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേരുവ ഈ അടുക്കിയ മത്തിയുടെ മുകളിലേക്ക് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മത്തി എല്ലാം മൂടി ഇരിക്കണം. മത്തി പുറത്ത് കാണാത്ത രീതിയിൽ ഈ ചേരുവ നന്നായി കവർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഈ മത്തിക്കറി നല്ലതായിട്ട് ഒന്ന് തിളപ്പിക്കുക. ഈ തിള വന്നതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് കറിവേപ്പില അടുക്കി കൊടുക്കാം. കറിവേപ്പില അടുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്തൊഴിച്ച് മൂടി വെച്ച് ഒരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് തയ്യാറാക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ അടപ്പ് തുറന്ന് ഈ മത്തിക്കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കല്ലേ. ഈ മത്തിക്കറിക്ക് ആവശ്യമായ വെള്ളം ഇത്തിരി ഒരു ലൂസാക്കി വേണം നമ്മൾ ഈ പേസ്റ്റ്, അത് നെല്ലിക്കായും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയുള്ള അരച്ച ഈ പേസ്റ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് ഈ മത്തി വേവാൻ മതിയായ രീതിയിൽ വേണം ആദ്യം തന്നെ തയ്യാറാക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല വെറൈറ്റി ടേസ്റ്റുള്ള മത്തിക്കറി റെഡി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മത്തിക്കറി ഒഴിച്ച് കഴിക്കാൻ അപാര ടേസ്റ്റാണ്. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ സാധാരണ നമ്മൾ മത്തിക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ സോപ്പിട്ട് വാഷ് ചെയ്താൽ പോലും മത്തിയുടെ ഒരു ബാഡ് സ്മെല്ല് നിൽക്കും. പക്ഷേ ഈ മത്തിക്കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ മത്തിയുടെ ഒരു ഉളുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല.
നെല്ലിക്കയുടെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാവിൽ കുറച്ച് നേരത്തേനെ ഉണ്ടാകുന്നത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.